ഇഡിക്കെതിരെ പരിഹാസവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. തെരഞ്ഞെടുപ്പ് ഇനിയും വരാനുണ്ടെന്നും ഇനിയും ഇതുപോലെ നോട്ടീസുകൾ വരുമെന്നും അതിൽ ഭയമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. LDF തൃശൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് പൊതുയോഗം തൃശൂർ ശക്തൻ നഗറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് 10 വർഷക്കാലയളവിൽ പശ്ചാത്തല വികസനത്തിന് 1.5 ലക്ഷം കോടി രൂപ ചെലവഴിച്ചു. ഖജനാവിൽ നിന്നുള്ളതുകൊണ്ട് മാത്രം പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിക്കില്ല. പുതിയ ധനസമാഹരണത്തിനായിട്ടാണ് കിഫ്ബി പുനരൂപിക്കപ്പെടുന്നത്. കിഫ്ബി പ്രവർത്തിക്കുന്നത് റിസർവ് ബാങ്ക് നിർദ്ദേശിക്കുന്ന കൃത്യമായ മാനദണ്ഡപ്രകാരമാണ്. ഇപ്പോൾ വന്ന ആരോപണം പശ്ചാത്തല വികസനത്തിന് പണം ചിലവഴിച്ചു എന്നാണ്. ഇവിടെ ഭൂമി വിലയ്ക്ക് വാങ്ങുന്നില്ല. ഭൂമി ഏറ്റെടുക്കുന്നത് കൃത്യമായ പദ്ധതിക്ക് വേണ്ടിയാണ്. 7 വൻകിട പദ്ധതിക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ 20,000 കോടി രൂപ ചെലവഴിക്കേണ്ടി വരും. അത് തടയാൻ നോക്കിയാൽ നടക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന് പുറത്ത് നാഷണൽ ഹൈവേക്ക് ഭൂമി ഏറ്റെടുക്കൽ സംസ്ഥാനങ്ങൾ പണം ചെലവഴിച്ചിട്ടില്ല. നമ്മൾ ഭൂമി ഏറ്റെടുക്കുന്നതിനായി 5,500 കോടി രൂപ കൊടുത്തു. അത് കിഫ്ബിയിൽ നിന്നാണ് എടുത്തത്. LDFന് തുടർഭരണം സമ്മാനിച്ചതിലൂടെ കേരളം പുരോഗതി ആർജിക്കുകയാണുണ്ടായത്. തൃശൂർ കോർപ്പറേഷൻ ഫലപ്രദമായിട്ടാണ് കഴിഞ്ഞ കാലയളവിൽ പ്രവർത്തിച്ചത്. മാലിന്യ സംസ്കരണ രംഗത്ത് നല്ല രീതിയിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും കോർപ്പറേഷന്റെ വികസന തുടർച്ചയ്ക്ക് തുടർഭരണം അനിവാര്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജില്ലാ പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് P. ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. LDF ജില്ലാ കൺവീനർ UP ജോസഫ്, മന്ത്രി K. രാജൻ, CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ, മന്ത്രി Dr. R. ബിന്ദു, CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, LDF നേതാക്കളായ PK ബിജു, MM വർഗീസ്, ജോൺ വാഴപ്പിള്ളി, CR വത്സൻ, PK ഷാജൻ, MK കണ്ണൻ, K. രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ.